പട്ടണത്താർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. പട്ടണത്ത് ചെട്ടിയാർ എന്നാണ് പേര്. അദ്ദേഹത്തിന് മക്കളില്ല. ഭാര്യയും അദ്ദേഹവും തിരുവിടൈമരുതൂർ ക്ഷേത്രത്തിൽ ശിവനെ പൂജിച്ചിട്ടായിരുന്നു. ചോതി നക്ഷത്രത്തിന് തൊഴേണ്ട ക്ഷേത്രമാണ് തിരുവിടൈമരുതൂർ ക്ഷേത്രം. അർജുന വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന്റെ പേരുള്ള ഈ വൃക്ഷം, മരുത് വൃക്ഷം നിൽക്കുന്ന സ്ഥലമാണ് തിരുവിടൈമരുതൂർ. ഈ മരുത് വൃക്ഷം ചോതി നക്ഷത്രത്തിന്റെ വൃക്ഷം. അവിടെ ഗംഭീര ശിവലിംഗമുണ്ട്. വലിയ ക്ഷേത്രമാണ്, ചിദംബരത്തിന്റെ അടുത്ത. തിരുവിടൈമരുതൂർ ക്ഷേത്രത്തിൽ ഇദ്ദേഹം നിത്യേന തൊഴും. ഒരു ദിവസം രാത്രി ഒരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല. എന്നാൽ അതേസമയം തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ശിവനടിയാർമാർക്ക്, അത് ശിവനെ സേവിക്കുന്നവർക്കും സാധുക്കൾക്കും ക്ഷേത്രത്തിലേക്കും കൊടുത്തൊരു സമ്പന്നനായ ബ്രാഹ്മണൻ പരമദരിദ്രനായി. അങ്ങനെ ഒരു ദിവസം ഒരു സന്യാസി ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ കൊടുക്കാൻ അവർക്ക് ഇല്ലാണ്ട് ഉള്ളയിൽ നിന്ന് ഇങ്ങനെ അഴിച്ചു പെറുക്കി കൊടുക്കേണ്ടി വന്നുകൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും തീർത്താ തീരാത്ത സങ്കടമായി. ഇതിലും ഭേദം നമ്മളിനി മരിക്കുകയാണ്, നാളെ നമുക്ക് മരിക്കാം എന്ന് തീരുമാനിച്ചിട്ട് ഇവർ ഉറങ്ങാൻ കിടക്കും. അന്ന് രാത്രി ഒരു സ്വപ്നം കാണിക്കും ഭഗവാൻ. തിരുവിടൈമരുതൂർ അമ്പലത്തിൽ മരുത് വൃക്ഷത്തിന്റെ താഴെ ഞാനൊരു കുട്ടിയെ കൊണ്ട കിടത്തും. ആ കുട്ടിയെ നിങ്ങളെടുത്ത് മടിയിൽ വെച്ചിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. പട്ടണത്തിൽ ചെട്ടിയാരും ഭാര്യയും തൊഴാൻ വരുമ്പോൾ അവർക്ക് കുട്ടികളില്ല, നിങ്ങൾ അവർക്കത് കൊടുക്കണം. പകരം എന്താ വേണ്ട ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ധനം മേടിച്ചോ ഉള്ളത്. കാരണം ഇവർക്ക് ആ ധനം കിട്ടിയാൽ ഇവരത് ഈശ്വരീയ കാര്യത്തിനെ ചെലവാക്കുള്ളൂ എന്ന് ഭഗവാൻ അറിയും. ഇങ്ങനെ ഭഗവാൻ പറയും. പട്ടണത്തിൽ ചെട്ടിയാർക്ക് അതേസമയം സ്വപ്നം കാണിക്കും. നാളെ തിരുവിടൈമരുതൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ദമ്പതിമാരിയ്ക്കുണ്ടാവും. അവരുടെ മടിയിൽ ഒരു കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞ് നിനക്കുള്ളതാണ്, അവർ നിനക്ക് തരും, അവരെ തൃപ്തിയാവോളം ധനം കൊടുത്തോളം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെയും പറയും. അങ്ങനെ പട്ടണത്തിൽ ചെട്ടിയാർ രാവിലെ കൂടുതൽ നേരത്തെ ഓടി വന്നപ്പോണ്ട് ഈ ദമ്പതികളുടെ മടിയിൽ ഈ കുട്ടി, നല്ല സുന്ദരനായിട്ടൊരു കുട്ടി. കാരണം അവർ രാവിലെ നേരത്തെ വന്നപ്പോൾ ഈ കുട്ടി അതിൻ്റെ താഴെ കിടന്ന് കളിക്കുന്നുണ്ട്. ജനിച്ചിട്ട് അധികം നേരമായിട്ടില്ല അങ്ങനൊരു കുട്ടി. ആ കുട്ടിയെ പട്ടണത്തിൽ ചെട്ടിയാർക്ക് കൊടുക്കും. പകരം ധാരാളം ധനം ദക്ഷിണയായിട്ട് കിട്ടും. അവർ അതിനെ വീണ്ടും ദാനം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പട്ടണത്തിൽ ചെട്ടിയാർ ഈ കുട്ടിയെ കൊണ്ടിട്ട് അവന് മരുതവാനൻ എന്ന് പേരിടും. അവന് 18 വയസ്സാവും. പഠിക്കാൻ വേണ്ടി കാരണം അച്ഛനും കണ്ണിലുണ്ണിയായിട്ടുള്ള മകൻ. പട്ടണത്തിൽ ചെട്ടിയാർക്ക് 100-ൽ പരം കപ്പലുകളാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസിലേക്കൊക്കെ കപ്പലുകൾ അയക്കുക. ജപ്പാനിലേക്കൊക്കെയാണ് അത്ര കപ്പലുകൾ അയച്ചിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന ആളാണ്, യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. വലിയ രത്നവ്യാപാരിയായിരുന്നു. മികച്ച രത്നങ്ങൾ ഗോൽക്കൊണ്ട പോലുള്ള ഖനികളിൽ നിന്ന് ശേഖരിച്ച് അയക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി. തിരിച്ച് അദ്ദേഹം ആ നാട്ടിലുള്ള പല വില പിടിച്ചിട്ടുള്ള പട്ടുവസ്ത്രങ്ങളും ചൈനയിൽ നിന്നുള്ള സിൽക്കൊക്കെ തമിഴ്നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുക. കാരക്കൽ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യാപാരം. അതായത് കണ്ണകിയും കോവിലിലും ജീവിച്ചിരുന്ന സ്ഥലം. അങ്ങനെ 18 വയസ്സായപ്പോൾ മകൻ അച്ഛൻ്റെ ഓഫീസിൽ വന്നു. അച്ഛാ, എനിക്കും ബിസിനസ്സിൽ ചേരണം എന്ന് പറഞ്ഞു. മോനെ, നീ കുറച്ചുകൂടെ പഠിച്ചിട്ട് മതി. അല്ലല്ല അച്ഛാ, എനിക്കും ബിസിനസ്സിൽ ചേരണം. ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ബാച്ച് കപ്പലുകൾ പോകുമ്പോൾ ഞാൻ പോവാം ഇത്തവണ, മാനേജർ മെയിൻ ആളെ ഒന്നും അയക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ശരി എന്ന് പറഞ്ഞു 40 കപ്പൽ അയച്ചു മകൻ്റെ കൂടെ, വിത്ത് ഫുൾ രത്നങ്ങൾ. മാസങ്ങൾ കഴിഞ്ഞു. സാധാരണ 6 മാസത്തിലൊക്കെ തിരിച്ചു വരണുണ്ട്. 6 മാസം കഴിഞ്ഞ് കപ്പലുകൾ വന്നില്ല. 12 മാസം, 1 വർഷം ആവാറായപ്പോൾ ചെട്ടിയാർ പല വഴിക്കും ചാരന്മാരും മറ്റും ദൂതന്മാരെ കഴിച്ചു നോക്കി, എവിടുന്ന് ഒരു വിവരമില്ല. ഈ കപ്പലിൽ പോയ ഒരാൾ ഓടിക്കതച്ചിട്ട് കയറി വന്നു. കപ്പലുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ദുരന്തം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്താ ദുരന്തം ചോദിച്ചു. ഞാൻ എങ്ങനെയാ പറയാ ചോദിച്ചു. അയ്യോ, എൻ്റെ കുട്ടിക്ക് വല്ലതും പറ്റും. ഇല്ല, കുട്ടിക്കൊന്നും പറ്റിയില്ല, പക്ഷെ കുട്ടിയുടെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ ചോദിക്കുമ്പോൾ പറയും, അവൻ ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് രക്തം വിറ്റിട്ട് പകരം പിണ്ണാക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് കപ്പലുകളിൽ മുഴുവൻ. 40 കപ്പൽ നിറച്ച് പിണ്ണാക്കുമായിട്ട് കാരക്കൽ വന്നിറങ്ങി കപ്പൽ. ചെട്ടിയാർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്, ഇത് ഭഗവാൻ തന്ന കുട്ടിയാണെന്നോ ഒന്നും പോകില്ല, അവനെ കിട്ടി ആട്ടിച്ച് കൊന്നളയെന്നുള്ള മാതിരി. ചെട്ടിയാർ ഇങ്ങനെ കാത്തിരിക്കുക കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും കപ്പലുകളൊക്കെ വന്ന് അവിടെ ചേർന്നു. എനിക്ക് പിണ്ണാക്കം കാണണ്ട, ചെക്കനെ കണ്ടാൽ മതി. പക്ഷെ കുട്ടി നേരെ വീട്ടിൽ പോകും, അമ്മയെ കാണും. അമ്മയാണെങ്കിൽ മോനെയെന്ന് പറഞ്ഞിട്ട് ഇത്ര കാലം പോയിട്ട് കാണല്ലേ, കുട്ടിയെ കെട്ടിപ്പിടിക്കുക, അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും. ഭക്ഷണം വേണമില്ല, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാനിപ്പം ഒരു സ്ഥലം വരെ പോവുകയാണ്, അച്ഛനെ ഇത് ഏൽപ്പിക്കണം പറഞ്ഞിട്ട് ചെറിയ പെട്ടി കൊടുക്കും, ചെറിയൊരു പെട്ടി. എന്നിട്ട് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകും. അപ്പോൾ ചെട്ടിയാരറിയാം മകൻ വീട്ടിലെത്തിയിട്ട്. എന്നിട്ട് അദ്ദേഹം വേഗത്തിൽ അവിടെ വരും. അവിടെ വന്ന് ഇറങ്ങി കഴിയും. അവൻ അവിടെ ആയിരിക്കും, അവനെ അറിയില്ല. അവര് പാവ സ്ത്രീയാ. അവൻ എങ്ങോട്ടോ പോയി ഇത് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പെട്ടി കൊടുക്കും. പെട്ടി കൈ പിടിച്ച് എനിക്ക് അവനെ കൈ കിട്ടണം, അവനെ എനിക്ക് അട്ടിക്കണം. അങ്ങനെ അവൻ എന്ത് തോന്നിയവാസം ചെയ്തെന്ന് നമുക്കറിയോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം കുറേ ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഇരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ തോന്നും ആ പെട്ടി ഒന്ന് തുറക്കാം. പെട്ടി തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സൂചി ഇരിക്കുന്നു, ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പാ நீங்க போகும்போது இந்த சூஜி போகும் கொண்டு போகாது.
നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ സൂചി പോലും കൊണ്ടുപോയില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ തലയിൽ കിട്ടും. കാരണം പുണ്യാത്മാവാണല്ലോ. അപ്പോഴാ മനസ്സിലാവുക തൻ്റെ മകനായിട്ട് 18 വർഷം ജീവിച്ചത് മഹാദേവനാണെന്ന്. മരുതവാൻ എന്നുള്ള പേരിട്ട് താൻ വളർത്തിയത് താൻ ഏത് ഭഗവാനെയാണോ ഉപാസിക്കുന്നത് ആ സെക്കൻഡിൽ അദ്ദേഹം സകലതും ദാനം ചെയ്തിട്ട് ഇറങ്ങും. ഭാര്യയും കൂടെ പോകും. അമ്മയുടെ അടുത്ത് അമ്മയെ നോക്കാൻ ഇരിക്കാൻ പറയും ഭാര്യയോട്. അപ്പൊ അമ്മ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ മരിക്കാതെ നീ കാരക്കൽ വിട്ടുപോകരുത്. അങ്ങനെ കാരക്കൽ അദ്ദേഹം വിട്ടുപോയില്ല എന്ന്. അദ്ദേഹം മണലെടുത്താൽ ലഡുവിന്റെ പൊടിയോ ബൂന്തിയോ വരും. കരിമ്പിന്റെ അറ്റം കടിച്ചു നോക്കി എവിടെയാണോ കയപ്പില്ലാത്തത് മതിരിക്കണത്, കരിമ്പിന്റെ അറ്റം കടിച്ചാൽ കഴിക്കുക ചെയ്യുക തല. അവിടെ നിനക്ക് സമാധി എന്ന് പറഞ്ഞിട്ട് മദ്രാസിന്റെ അടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് സമാധി ഉണ്ടാവുന്നത്. മദ്രാസിന് കുറച്ച് മുക്കോ കുട്ടികളോട് കളിക്കുമ്പോൾ, അതൊക്കെ ഞാൻ പിന്നെ വിസ്തരിച്ച് പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞു വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അറ്റാച്ച്മെന്റുകളെ നമ്മൾക്കൊരു പൂർവ്വപുണ്യം ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് വലിയ പാഠങ്ങൾ അടിച്ചു പഠിപ്പിച്ച് നമ്മൾ കരകയറ്റി വിടും. പക്ഷെ ആ പാഠത്തിന്റെ സ്വാരസ്യം അല്ലെങ്കിൽ അതിന്റെ നന്മ മനസ്സിലാക്കാനുള്ള മാനസിക സംസ്കാരം നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഭഗവാന്റെ പരീക്ഷണവും ദുരന്തവുമായിട്ടെടുക്കും. എന്ത് വിഷമം വരുമ്പോഴും ഭഗവാനെ അത്രയും കർമ്മം തീർത്തു തന്നല്ലോ, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയാണ്ട് മനസ്സുണ്ടാവും. ഒന്നാമത്തെ ദിവസം പറഞ്ഞു ഒരൊറ്റ ഇൻസിഡന്റ്, ഒരു കുട്ടിയുടെ മരണം, 2 റെസ്പോൺസ്. ഭാര്യ പറയണു ഈശ്വരനിൽ ഇനി ഗുരുവായൂരപ്പൻ ഇല്ല, നീ എനിക്ക് മരിച്ചേതുമില്ല, ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കില്ല. ഭർത്താവ് പറയണു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഒരൊറ്റ ഇൻസിഡന്റ്, 2 റെസ്പോൺസ്. സോ ഇറ്റ് ഈസ് അപ് ടു അസ്. നമ്മുടെ കയ്യിലായിരിക്കണം ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതെന്ന് പറയുന്നു.